റിസാല വാരിക 1208 ലക്കത്തിൽ ഫൈസൽ ഹസനി ഉളിയലിൻ്റെ തളിരിലകൾ എന്ന പംക്തിയിൽ ഓവറാക്കാതിരിക്കലാണ് നല്ലത് എന്ന ലേഖനമാണ് വായിച്ചു കേൾപ്പിക്കുന്നത്. സാധാരണ നമ്മളൊക്കെ എന്താ ചെയ്യുക? എഴുതിക്കഴിഞ്ഞ ശേഷം ഉചിതമായൊരു തലവാചകം കൊടുക്കും, അല്ലെങ്കിൽ പത്രാധിപർ അവർക്ക് ബോധിച്ച ഒന്ന് ചാർത്തും. എന്തായാലും എഴുത്ത് പൂർത്തിയാക്കിയാലാണ് ശീർഷകത്തെക്കുറിച്ച് ആലോചിക്കുക, അല്ലേ? എന്നാൽ ഇതങ്ങനെയല്ല. ഉള്ളടക്കത്തെപ്പറ്റി യാതൊരു ബോധ്യവുമില്ലാതെ മനസ്സിൽ നേരത്തെ തറച്ചു കിടന്ന ഒരു തലവാചകം ശൂന്യമായ കടലാസ് കെട്ടിൻ്റെ മുകളിൽ എഴുതി അടിവരയിട്ട് വെച്ചു. ഒന്നും ഓവറാക്കാതിരിക്കുന്നതാണ് നല്ലത്. ഒന്നും പറയാതെ തന്നെ ഈ വാചകം നമ്മോട് എന്തൊക്കെയോ ചിലത് പറയുന്നതായി തോന്നുന്നില്ലേ? എങ്ങനെയൊക്കെയോ ഏതൊക്കെയോ വഴികളിലേക്ക് ഇതിനെ പറഞ്ഞു വികസിപ്പിക്കാമെന്ന തീമാറ്റിക് ഇലാസ്തികത നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ? ആയതിനാൽ ഈ വായന ഇവിടെ നിർത്തി പുസ്തകം പൂട്ടിവെച്ച് നിങ്ങളുടെ ജീവിതാനുഭവങ്ങളിൽ ഈ വാചകത്തിൻ്റെ സ്ഥാനം എത്രയെന്നും എങ്ങനെയെന്നും നിർണയിച്ച ശേഷം മതി തുടർ വായന. അടച്ചുപിടി. എനിക്ക് സലീമിൻ്റെ കാര്യം പറഞ്ഞു തുടങ്ങാനാണ് തോന്നുന്നത്. ആള് തുടക്കത്തിൽ ഓവർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓവറായിരുന്നു. ഇന്നത്തെ സ്ഥിതിഗതി പറയാതിരിക്കുകയാണ് നല്ലത്. രണ്ടിലുമില്ല, എല്ലാത്തിനെയും കുറ്റം പറഞ്ഞ് എല്ലാവരെയും വിമർശിച്ച് ദീനും ദുനിയാവുമില്ലാത്തൊരു നടത്തമാണിപ്പോൾ. എന്ത് ചെയ്യാൻ? ഇങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് കൈമലർത്താനേ കണ്ടു നിൽക്കുന്നവർക്കാവൂ. സംഘടനാ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു. പക്ഷേ കാര്യങ്ങളിലെല്ലാം ഒരു തരം എക്സ്റ്റഡി കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു ഈ പോക്ക് നല്ലതിലേക്കായിരിക്കില്ലെന്ന്. ഒറ്റ ഉദാഹരണം പറയാം. കോഴിക്കോട് നടന്ന ഖാദിസിയ സമ്മേളനത്തിന് പോകാൻ നാട്ടിൽ നിന്ന് വലിയ ബസ് ഏൽപ്പിച്ചിരുന്നു. ഞങ്ങളെല്ലാം പോയതും വന്നതും അതിലാണ്. ഇവൻ പറയുന്നത് അങ്ങനെ പോയാൽ പോരാ, ലൈൻ ബസ്സിന് തലേന്നേ പോയി സമ്മേളന നഗരി ചുറ്റി അളന്ന് പതാക ഉയർത്തുമ്പോഴേ സന്നിഹിതനായി എല്ലാം കഴിഞ്ഞ് നന്ദിയും കേട്ട് നഗരിയിൽ ഉറങ്ങി പിറ്റേന്ന് ലൈൻ ബസ്സിൽ തിരിച്ചാൽ മതിയെന്നാണ്. അവൻ്റെ കൂടെ കൂടാൻ അവൻ എന്നെ ആവത് നിർബന്ധിച്ചിരുന്നു. ഞാൻ മനഃപൂർവ്വം കൂട്ടുകൂടായിക തന്നെയായിരുന്നു. ക്ഷീണിച്ച് നായ്ക്കോലമായി പിറ്റേന്ന് 11 മണിക്ക് വീട്ടിലെത്തിയ അവൻ ഉറങ്ങി എണീറ്റത് വൈകിട്ട് 5:30-ക്കാണ്. സുബ്ഹ് നിസ്കരിച്ചോ എന്നെനിക്കറിയില്ല. ളുഹ്ർ നിസ്കാരം സമയത്തിനായിട്ടില്ലെന്ന കാര്യം അവൻ്റെ ഉമ്മയാണ് എന്നോട് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യാൻ നേതാക്കൾ ആരെങ്കിലും നമ്മോട് പറയുന്നുണ്ടോ? ഒട്ടുമിക്ക കാര്യത്തിലും സലീമിൻ്റെ തുടക്ക കഥകൾ ഇങ്ങനെയായിരുന്നു. ആദ്യമായി ദർസിൽ ഓതാൻ പോയി തിരിച്ചു വരുമ്പോൾ തൊപ്പിയും തലീക്കെട്ടിനും പുറമെ ചുമലിൽ ഒരു മഞ്ഞ ടർക്കിയുമുണ്ടായിരുന്നു. 13-14 വയസ്സേ അന്നവനുള്ളൂ. ആ വരവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിരുന്നു, എൻ്റെ മനസ്സ് മോശമായതുകൊണ്ടാണോന്നറിയില്ല, ഇതിച്ചിരി ഓവറായിപ്പോയി എന്ന്. എന്തിനു പറയുന്നു? 1-2 വർഷം കഴിഞ്ഞപ്പോൾ ദർസുമില്ല, ഓത്തുമില്ല, ബെയ്ത്തുമില്ല, തൊപ്പി പോലുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഒന്നുമില്ലാതെ എല്ലാവരെയും കുറ്റം പറഞ്ഞ് അങ്ങനെ നടക്കുന്നു. അതിനിടെ ഏതോ നിസ്കാരം വേണ്ട മാർഗത്തിൽ ചേർന്നെന്നും പറയുന്നത് കേട്ടു. ഉറപ്പില്ല. ഇനി ഉസ്മാന്റെ കാര്യം നോക്ക്. ഇച്ചിരി ആവേശത്തരിപ്പിൻ്റെ ആളാണ് കക്ഷി. കാലങ്ങളായി തൂത്തുക്കുടിയിലെ വിലാത്തിക്കുളത്ത് അനാദി പീടിക നടത്തി വരികയാണ്. ഞാൻ അരീക്കോട് മജ്മയിൽ പഠിക്കുന്ന കാലത്ത് സ്ഥാപനത്തിൻ്റെ പിരിവ് കാര്യം സൂചിപ്പിച്ചപ്പോൾ നീ വാ, വാരി പോകാം എന്ന മട്ടിലാണ് എന്നെ വിളിച്ചു കൊണ്ടുപോയത്. എന്നിട്ടെന്ത്? മര്യാദക്ക് അത്താഴമോ നോമ്പുതുറയോ ഒന്നും കിട്ടാതെ പൊറുതിമുട്ടി ഞാൻ. 1-2 അണ്ണൻ സേട്ടുമാരോട് ചില തൊട്ടുനോട്ടുകൾ വാങ്ങിച്ചു തന്നു എന്നതല്ലാതെ കാര്യമായി ഒന്നും കിട്ടിയുമില്ല. ഓൻ്റെ പീടികയുടെ പിന്നിലുള്ള മോശമല്ലാത്ത വീടും പറമ്പും തൊഴുത്തിലെ പശുക്കളും അവറ്റകളുടെ വേലക്കാരും അവൻ്റെ ചർച്ചയിൽ ഇടയ്ക്കിടെ പൊലിപ്പിച്ച് കാണിച്ച് എന്നെ അതൊക്കെ നേരിൽ കാണിച്ച് ഞെട്ടിക്കുക എന്നതായിരുന്നു ആശാന്റെ ലക്ഷ്യം. ആളുടെ വായും ഭാവവും കണ്ടാലറിയാലോ പോക്കെങ്ങോട്ടാണെന്ന്. പറഞ്ഞു വരുന്നത് അതൊന്നുമല്ല. നാട്ടിൽ കടം പുഴുത്തു നിൽക്കക്കള്ളിയില്ലാതെ കൂട്ടുകാരൻ നജീബ് തൂത്തുക്കുടിയിലേക്ക് വണ്ടി കയറി മീൻ കച്ചവടം തുടങ്ങി. നില മെച്ചപ്പെട്ടു വന്നപ്പോൾ കുടുംബത്തെയും അങ്ങോട്ട് കൂട്ടി. ഒരിക്കൽ കണ്ണൂർ അല്ലബ്രാറിൽ വെച്ച് കണ്ടുമുട്ടിയപ്പോൾ ഞാനാണ് വിലാത്തിക്കുളത്ത് ഉസ്മാനുള്ള കാര്യം പറഞ്ഞത്. ബന്ധപ്പെടാനായി ഫോൺ നമ്പർ കുറിച്ചു കൊടുത്തു. ഒരു ദിവസം നജീബും ഉസ്മാനും ചായ കുടിച്ചു കൊണ്ടിരിക്കെ ഉസ്മാൻ പറഞ്ഞു, അല്ലടാ, നീ എന്തിനാ 5-8,000 ഉറുപ്പിക വാടക കൊടുത്ത് അവിടെ കഴിയുന്നേ? കുടുംബത്തെയും കൂട്ടി ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ താമസിച്ചൂടെ? ആദ്യമൊന്നും ഈ ക്ഷണം അത്ര കാര്യമാക്കിയില്ല. പലപ്പോഴായി ആ ക്ഷണം തുടർന്നപ്പോൾ അതിലൊരു ആത്മാർത്ഥതയുണ്ടെന്ന തുടിപ്പ് കാണുകയാൽ നജീബ് എല്ലാം പെറുക്കിക്കൂട്ടി ഉസ്മാൻ വക വസതിയിൽ പാർപ്പായി. ആദ്യം ആർപ്പും വെളിയും പാട്ടും ജോളിയുമായി കഴിഞ്ഞു. പിന്നെ ചെറിയ മുറുമുറുപ്പായി. ഉസ്മാന്റെ ഇളയത് നജീബിൻ്റെ രണ്ടാമത്തേതിൻ്റെ JCB എടുത്ത് നിലത്തിട്ടടിച്ചപ്പോൾ അത് മറ്റേതിൻ്റെ തലക്ക് പിടിച്ച് ചുമരിലടിച്ചു. അതോടെ ഉമ്മമാർ താന്താങ്ങളുടെ മക്കളെ പിടിച്ച് പൊതിര തല്ലി പക തീർത്തു. മുഖങ്ങൾ കടുകടുത്തു. വർത്തമാനങ്ങൾ കുറച്ചു. ചിരി നിന്നു. ഒരു പ്രഭാതത്തിൽ നജീബ് കച്ചവടവും വേണ്ട, തൂത്തുക്കുടിയും വേണ്ട എന്ന് പറഞ്ഞ് നാടുപിടിച്ചു. വേണോ? ഇതൊന്നും എന്നോട് മിണ്ടാത്തതിൻ്റെ കേടാണ്. ഞാനിങ്ങനെ വാടക വീട് വിട്ട് ഉസ്മാന്റെ വീട്ടിൽ കുടുംബസമേതം താമസമാക്കുന്നു. നിന്റെ അഭിപ്രായം എന്താ എന്നെങ്ങാനും ചോദിച്ചിരുന്നെങ്കിൽ കൊന്നാലും ഞാനവനെ വിടില്ലായിരുന്നു. ഒന്നും ചോദിച്ചില്ല, പറഞ്ഞില്ല. തന്നിഷ്ടപ്രകാരം ചെയ്തു. ഇന്ന് അനുഭവിക്കുന്നു. അന്നേ കൃത്യമായ അകലത്തിൽ നിന്നിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു. അതാ പറഞ്ഞത്,
ഒന്നും ഓവറാക്കാതിരിക്കലാണ് നല്ലത്. ഒരു ഹദീസിലുണ്ട്, സുർ ഇബ്ബൻ തസ്ദദ് ഹുബ്ബൻ, നീ ഇടവിട്ട് പോയി കാണുക, അങ്ങനെയാവുമ്പോൾ സ്നേഹം കൂടി വരും. ചിലർ രംഗത്ത് വരുന്നത് കാണാം, വന്ന പാടെ എല്ലാം ഓവറായിരിക്കും, പിന്നെ വന്ന പോലെ പോകുന്നതും കാണാം. ചിലർ ചിലരെപ്പറ്റി ഓവറായി പുകഴ്ത്തും, വൈകാതെ അവർ തന്നെ അവരെ ഇകഴ്ത്തും. തിരിച്ച് ചിലർ ചിലരെ നിശിതമായി എതിർക്കും, വൈകാതെ അവർ തന്നെ അവരുടെ കാല് തിരുമ്മി പിറകെ കൂടും. എന്നാൽ രണ്ടിലും നിൽക്കാതെ മിതവാദ തെരഞ്ഞെടുക്കുന്നവർ അന്നും ഇന്നും മിതവാദികളായി തുടരുന്നു. നിങ്ങളെ നാം ഒരു മധ്യമ സമൂഹമാക്കിയിരിക്കുന്നു എന്നാണ് നമ്മളെപ്പറ്റി ഖുർആന്റെ വിളംബരം. ഓവറാക്കരുതെന്നാണ് ഈ പറയുന്നത്. അനാവശ്യ സ്ഥലത്ത് ഓവറാക്കുക എന്നത് നാശത്തിലേക്കുള്ള വഴിയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹുവിനെ ഉദ്ധരിച്ച ഹദീസിൽ വന്ന ഒരു വാക്കുണ്ട്, മുത്തനത്വയുകൾ നശിച്ചു എന്ന്. വേണ്ടായിടങ്ങളിൽ അത്യാവേശപ്പെട്ട് കുളം തോണ്ടുന്നവരെ പറ്റിയാണ് ഈ പ്രവാചക പരാമർശമെന്നാണ് പണ്ഡിതർ പറഞ്ഞത്. ഇത് പറയുമ്പോൾ വന്യഗുരു സുലൈമാൻ ഉസ്താദ് ക്ലാസ്സിൽ പറഞ്ഞൊരു സംഭവം ഓർമ്മയിലുദിക്കുന്നു. ഷേഖുന ഓക്കെ ഉസ്താദിന്റെ അടുത്ത് കിതാബ് ഓതുന്ന കാലം ഒരു കൂട്ടുകാരൻ ആത്മീയ ചിന്ത അതിരുവിട്ടു. ആള് ഇഹിയ മുതാലയിൽ മുഴുകി. പലപ്പോഴും ഗുരുമുഖത്ത് നിന്ന് കേട്ട കിതാബുകൾ ഓതി നോക്കാതെയാണ് ഈ ആഴമേറിയ പ്രൈവറ്റ് വായന. ആത്മജ്ഞാനികൾ പറയാറുണ്ടല്ലോ, ഇഹിയയിൽ ചില കയങ്ങളുണ്ട് എന്ന്. അങ്ങനെ ഏതോ കയത്തിലാള് മുങ്ങി. അതിൽ പിന്നെ ആള് ഇരുന്നുരുളാൻ തുടങ്ങി. നില കിട്ടാതെ പെരുമുരുളൽ. ഉസ്താദ് പറയുന്നു, അങ്ങനെ എൻ്റെ സ്നേഹിതൻ ഫറോക്കും ഞാനും കൂടി രാത്രിക്ക് രാത്രി അയാളെ വീട്ടിലെത്തിച്ചു. പഠിക്കുന്ന കാലത്ത് ഒരു മാഷുണ്ടായിരുന്നു. അയാൾ എപ്പോഴും വായനയുടെ പ്രാധാന്യം പറയും. ആൾ മതബോധമില്ലാത്ത മാപ്പിളയാണ്. കാൽപ്പനിക സാഹിത്യങ്ങളെ ആരാധിച്ചു കഴിയുന്ന മുഖ്യധാരൻ. അയാളുടെ ഉപദേശം കൂട്ടത്തിലൊരു സഹപാഠി നെഞ്ചേറ്റി. ആൾ മാർക്സിസ്റ്റ് വായനാശാലയിൽ മെമ്പറായി വായന ആരംഭിച്ചു. ക്രമേണ വായന പിടുത്തം വിട്ടു തുടങ്ങി. ക്ലാസ് എടുക്കുന്ന കിതാബുകളോ ബുക്കുകളോ തൊട്ടു നോക്കാതെ ചെക്കോവും ഗ്രാംഷിയും യുഗോയും ഇക്കോയുമൊക്കെയായി കഴിഞ്ഞുകൂടി. ഒടുക്കം എന്തിനു പറയുന്നു, ആള് പുറത്തായി. ഇപ്പോൾ നിർമ്മത ശിരോമണിയായി സാംസ്കാരിക ജീവിതം നയിക്കുന്നു. പറഞ്ഞു വരുമ്പോൾ സാഹിത്യപാരായണം മാത്രമല്ല, തനി തങ്കക്കട്ടി ആത്മീയ കാര്യങ്ങൾ പോലും ഓവറാക്കരുത് എന്നാണ് വരിക.